നമസ്കാരം. ഉള്ളത് പറയാം. കണ്ണൂരിലെ പാർട്ടി ഫണ്ട് തട്ടിപ്പിൽ മുഖം നഷ്ടപ്പെട്ട് CPM. കള്ളത്തരം പുറത്തെത്തിച്ചത് എതിർ രാഷ്ട്രീയ പാർട്ടികളല്ല, പാർട്ടിക്ക് ഉള്ളിൽ നിന്ന് തന്നെ. തട്ടിപ്പിന്റെ മുഴുവൻ വിവരങ്ങളും അറിയുന്നയാൾ പാർട്ടിയിൽ നിന്ന് തന്നെ കള്ളത്തരം വിളിച്ചു പറഞ്ഞു. തട്ടിപ്പ് തുറന്നു പറഞ്ഞയാളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്ന പതിവ് നയം പിന്തുടർന്നെങ്കിലും പൊതുസമൂഹത്തിന് മുന്നിൽ പിരിച്ച പണത്തിന്റെ കണക്ക് കാണിക്കാനാവാതെ CPM വലയുന്നു. ധനരാജ് ഫണ്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൃത്യമായ കണക്ക് പറയാൻ ജില്ലാ സെക്രട്ടറി സന്നദ്ധമായിട്ടില്ല. ഈ കെട്ടിട നിർമ്മാണ ഫണ്ടും ധനരാജ് ഫണ്ടും രണ്ടും കൂടി ചേർത്ത് 51 ലക്ഷം രൂപ പാർട്ടിക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് മാത്രമല്ല, ജില്ലാ കമ്മിറ്റിയുടെ കണക്ക് പ്രകാരം 40 ലക്ഷം രൂപ ധനരാജ് ഫണ്ടിൽ നിന്ന് കെട്ടിട നിർമ്മാണത്തിന് വേണ്ടി വകമാറ്റിയിട്ടുണ്ട്. ആ 40 ലക്ഷം ഏരിയ കമ്മിറ്റി ഫണ്ട് കണ്ടെത്തി തിരിച്ചു കൊടുക്കണം എന്നതാണ് ജില്ലാ കമ്മിറ്റിയുടെ റിപ്പോർട്ട്. പാർട്ടിയുടെ 1 രൂപ, അത് ധനരാജ് രക്തസാക്ഷി ഫണ്ടിൽ നിന്നായാലും ശരി, ബിൽഡിംഗ് ഫണ്ടിൽ നിന്നായാലും ശരി, 1 രൂപ പോലും പാർട്ടിക്ക് നഷ്ടപ്പെട്ടിട്ടില്ല. ഒരാളും തെറ്റായ രീതിയിൽ ധനാപഹരണം നടത്തിയിട്ടില്ല. ഈ കെട്ടിട നിർമ്മാണ കമ്മിറ്റി തന്നെ പറഞ്ഞത്, 2 കണക്കിലും പറഞ്ഞത് ഞങ്ങൾ 35 ലക്ഷം വാങ്ങിയിട്ടുള്ളൂ. കെട്ടിട നിർമ്മാണത്തിന് വേണ്ടി വകമാറ്റിയത് 35 ലക്ഷമാണ്. പക്ഷേ ജില്ലാ കമ്മിറ്റി പറയുന്നു 40 ലക്ഷം വകമാറ്റി. ഏതർത്ഥത്തിലാണെന്ന് നമുക്കറിയില്ല. അപ്പം 51 ലക്ഷം യഥാർത്ഥത്തിൽ കൈവശം ഉണ്ടാകേണ്ടതും ഈ തിരിച്ചു കൊടുക്കേണ്ടുന്ന 40 ലക്ഷവും കൂടി 91 ലക്ഷം രൂപ ഈ 2 ഫണ്ടിനത്തിൽ പാർട്ടിക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നതാണ് ഞാൻ കൃത്യമായി കണക്ക് പരിശോധിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ വ്യക്തമാക്കിയിട്ടുള്ളത്. ഇത് പാർട്ടിയുടെ മുമ്പിലെല്ലാം പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. രക്തസാക്ഷി ഫണ്ടെന്ന് ഒരു നായാ പൈസ ഒരു തരത്തിലും വഞ്ചിക്കാനോ പറ്റിക്കാനോ അനുവദിക്കുന്ന പ്രശ്നമേ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇല്ല, ഉറപ്പാണ്. അത് ഉയർന്നു വന്നത് ശരി, അത് പറയേ ഉയർന്നു വന്ന ആരോപണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് അവിടെ പരിശോധിച്ച് ആവശ്യമായ നിലപാട് സ്വീകരിക്കുമെന്നാണ് ഞാൻ പറഞ്ഞത്. അതിൻ്റെ അകത്ത് ഞങ്ങൾ ഇടപെടേണ്ടിയുണ്ടെങ്കിൽ അപ്പോൾ ഇടപെടും. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ തോൽവിക്ക് പിന്നാലെ ഗൃഹസന്ദർശനവുമായി പ്രതിച്ഛായ വീണ്ടെടുക്കാനുള്ള ശ്രമങ്ങൾ തകൃതിയായി നടക്കുമ്പോഴാണ് ഇടിത്തീ പോലെ പാർട്ടി ഫണ്ട് തട്ടിപ്പ് CPM-ന് മേൽ പതിച്ചത്. 1 അല്ല 3 ഫണ്ട് പിരിവുകളിൽ ക്രമക്കേട് നടന്നതായി വെളിപ്പെടുത്തൽ. പിരിച്ച പണം ഉപയോഗിച്ചതായി കൃത്രിമ രേഖയുണ്ടാക്കൽ, വകമാറ്റി ചെലവാക്കൽ, കണക്ക് കാണിക്കാതിരിക്കൽ, തട്ടിപ്പിന് പല വഴികൾ. തട്ടിപ്പ് പുറത്തു പറഞ്ഞയാൾ ചില്ലറക്കാരനല്ല, പാർട്ടി ജില്ലാ കമ്മിറ്റി അംഗം, പയ്യന്നൂർ മുൻ ഏരിയ സെക്രട്ടറി V. കുഞ്ഞികൃഷ്ണൻ അക്ഷരാർത്ഥത്തിൽ CPM-നെ വെട്ടിലാക്കി. തട്ടിപ്പുകളിൽ രക്തസാക്ഷി ഫണ്ടും ഉണ്ടെന്നത് പാർട്ടി അണികൾക്കിടയിൽ വൈകാരികമായ പ്രതിഫലനവും ഉണ്ടാക്കും. രക്തസാക്ഷി CV ധനരാജിന്റെ കുടുംബത്തെ സഹായിക്കാൻ പിരിച്ചത് 1 കോടി രൂപ. ഈ ഫണ്ടിൽ നിന്ന് വകമാറ്റിയത് 46 ലക്ഷം രൂപ. ധനരാജ് രക്തസാക്ഷി ഫണ്ടും ഓഫീസ് നിർമ്മാണ ഫണ്ടും പരസ്പരം വകമാറ്റി. കെട്ടിട നിർമ്മാണ ഫണ്ടിൽ നിന്ന് 35 ലക്ഷം രൂപ ധനരാജ് ഫണ്ടിലേക്ക് മാറ്റിയാണ് കണക്ക് അവതരിപ്പിച്ചത്. ധനരാജിന്റെ കുടുംബത്തിന് നൽകിയ വീടിന്റെ ചെലവ് കണക്കിലും പൊരുത്തക്കേട്. അതായത് വരവ് ചെലവ് കണക്ക് എന്തുകൊണ്ടാണ് ഞാനിവിടെ പറയാത്തതെന്ന് ചോദിച്ചാൽ, ഒരു തെറ്റായ പ്രസിഡന്റ് ഉണ്ടാക്കാൻ പറ്റില്ല. പാർട്ടിയുടെ ഒരു സംഘടനാ രീതി ഉണ്ടല്ലോ, ആ സംഘടനാ രീതി അനുസരിച്ച് ഏത് ഘടകമാണോ ഫണ്ട് ശേഖരിക്കുന്നത് ആ ഘടകമാണ് വരവ് ചെലവ് കണക്ക് അംഗീകരിക്കുന്നത്. ഏതെങ്കിലും ഒരു പാർട്ടി, ഇപ്പൊ CPIM തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശേഖരിക്കുന്ന കണക്കൊക്കെ കൃത്യമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൊടുക്കുന്നുണ്ട്. ബാക്കിയുള്ള ഫണ്ടുകൾ ഏതെങ്കിലും ഒരു പാർട്ടി വരവ് ജനങ്ങൾക്ക് നല്ല എല്ലാവരും ഫണ്ട് ശേഖരിക്കും. എന്നാൽ പാർട്ടി ആവശ്യത്തിന് വേണ്ടി ശേഖരിക്കുന്ന ഫണ്ട് അത് പാർട്ടിയുടെ ബന്ധപ്പെട്ട ഘടകമാണ്, അതിന്റെ വരവ് ചെലവ് കണക്ക് അംഗീകരിക്കുക. കമ്മീഷനെ കുറിച്ചൊക്കെ രാകേഷ് പറഞ്ഞു. കമ്മീഷന്റെ അനുഭവം എന്താണെന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ട്. കുറ്റം ചെയ്ത ഒരാളെ കുറ്റവിമുക്തനാക്കണമെങ്കിൽ ഒരു കമ്മീഷനെ വെച്ചാൽ മതി. വളരെ കൃത്യമായി ആ നിലയിൽ ഒരു റിപ്പോർട്ട് കൊടുത്ത് അയാളെ കുറ്റവിമുക്തനാക്കും. അതാണ് ഇതിൽ ഉണ്ടായിട്ടുള്ളത്. കുറ്റം ചെയ്യാത്ത ഒരാളെ കുറ്റക്കാരനാക്കണമെങ്കിൽ അതിനും ഒരു കമ്മീഷനെ വെച്ചാൽ മതി. അതാണ് 2ാമത്തെ കമ്മീഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ടായത്. അതൊക്കെ പാർട്ടി ജില്ലാ കമ്മിറ്റിയാണ് പരിശോധിക്കുന്നത്. ജില്ലാ കമ്മിറ്റി പരിശോധിക്കട്ടെ. പരിശോധിച്ചതിന് ശേഷം നമുക്ക് എന്തെങ്കിലും ഇടപെടേണ്ടിയുണ്ടെങ്കിൽ ഇടപെടും. അല്ല, അതിപ്പോൾ നിങ്ങൾ പറയേണ്ട കാര്യമില്ല. എങ്ങനെയാണ് പരിഹരിച്ചത്? നിങ്ങൾ പാർട്ടി സംഘടനക്കകത്ത് കൈകാര്യം ചെയ്ത മുഴുവൻ കാര്യവും പത്രസമ്മേളനത്തിൽ വിളിച്ച് പറയണമെന്ന് പറഞ്ഞോ? ആരും പറയോ? അതൊന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ഞങ്ങളെങ്ങനെയാണ് സംഘടനാപരമായ കാര്യം കൈകാര്യം ചെയ്യുന്നതൊന്നും സംഘടനാപരമല്ലാത്ത രീതിയിൽ പുറത്ത് പറയാൻ സംഘടനക്ക് സാധിക്കില്ല. ഈ രക്തസാക്ഷി ഫണ്ട് ഇതൊന്നും ആദ്യത്തെ അനുഭവമല്ല. ഞാൻ വിചാരിക്കുന്നത് 2005-2006 കാലഘട്ടത്തിൽ
CPM ഞങ്ങളൊക്കെ ആ പാർട്ടിയിൽ ഉണ്ടാകുന്ന സമയത്ത് ഞങ്ങളൊക്കെ പിരിച്ചൊരു ഫണ്ടുണ്ട് രക്തസാക്ഷികളുടെ കുടുംബങ്ങളെ സഹായിക്കാൻ വേണ്ടി. എനിക്ക് തോന്നുന്നു ഏകദേശം 25 കോടിയിലധികം രൂപ രക്തസാക്ഷി ഫണ്ട് എന്ന പേരിൽ പിരിച്ചിട്ടുണ്ട്. വരാനിരിക്കുന്ന രക്തസാക്ഷികൾക്ക് കൂടി വേണ്ടിയുള്ള ഫണ്ടായിട്ടാണ് അന്നത് ഉണ്ടായിരുന്നത്. ആ ഫണ്ട്, അത്തരം ഫണ്ടുകളൊക്കെ അവിടെ നിൽക്കുകയും അതിന്റെ ഒരു കണക്കൊന്നും പിന്നീട് എവിടെയും കണ്ടില്ല. ഇത്തരം വിഷയങ്ങളൊക്കെയാണ് ഞങ്ങളൊക്കെ ആ ഘട്ടങ്ങളിൽ പാർട്ടി അകത്ത് ഉന്നയിച്ചുകൊണ്ടിരുന്നത് എന്നുള്ളത് മറ്റൊരു കാര്യം. ഇപ്പൊ കുഞ്ഞികൃഷ്ണൻ എന്ന് പറയുന്ന സഖാവ് പാർട്ടിയുടെ ജില്ലാ നേതാവാണ്. ആ ജില്ലാ നേതാവ് 50 വർഷത്തിലധികം കാലമായി സജീവമായ പാർട്ടി, ഒരു പാർട്ടി കെട്ടിപ്പടുക്കുന്നതിൽ നിസ്വാർത്ഥമായ പ്രവർത്തനം നടത്തിയ ഒരു സഖാവാണ്. അതിൻ്റെ ഉള്ളിൽ നിരന്തരമായി നടത്തിയ പോരാട്ടങ്ങൾക്ക് ഫലം കാണാതെ വന്നപ്പോഴാണ് പൊതുസമൂഹത്തിനോട് തുറന്നു പറയാൻ തയ്യാറായത്. ജീവൻ നൽകി അയ്യന്നൂരിലെ പ്രസ്ഥാനത്തെ തകർക്കാൻ നോക്കിയ നാരേ, വർഗവഞ്ചക പറനാരേ, ഇല്ല ഞങ്ങൾ പൊറുക്കില്ല. അവരുടെ അവകാശം, ആ അവകാശം അവർക്ക് നിർവഹിക്കാം. നമ്മൾ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ. എന്താ മനസ്സിലാകുന്നത്? പാർട്ടി പ്രവർത്തകർ തന്നെയാണ്. എന്താ? അതെ, പാർട്ടി പ്രവർത്തകരാണെന്നാണ് മനസ്സിലാക്കിയത്. പക്ഷെ ഈ പ്രദേശത്തുള്ള ഒരാളുമില്ല. അത് കാരവൽ പ്രദേശത്ത് നിന്ന് 34,4 ലക്ഷം രൂപ ചെലവായെന്നാണ് കണക്ക് അവതരിപ്പിച്ചത്. കോൺട്രാക്ടർക്ക് നൽകിയ ചെക്ക് 29,4 രൂപയ്ക്ക്. ഏരിയ കമ്മിറ്റിയുടെ അക്കൗണ്ടിലേക്ക് 5 ലക്ഷം, അത് പിൻവലിച്ചു. കണക്കിൽപ്പെടാത്ത 2 ലക്ഷം രൂപയുടെ ചെലവും ഉണ്ടായിരുന്നു. അതിനും വ്യക്തമായ മറുപടിയില്ല. 2 ഫണ്ടിലുമായി 91 ലക്ഷം രൂപയുടെ ക്രമക്കേടാണ് കുഞ്ഞികൃഷ്ണന്റെ വാക്കുകളിൽ ഉള്ളത്. ഇതിനു പുറമെയാണ് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫണ്ടിലെ 1,09 ലക്ഷത്തിന്റെ തട്ടിപ്പ്. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും പയ്യന്നൂർ MLAയുമായ TI മധുസൂദനന് നേരെയാണ് പ്രധാന ആരോപണം. പ്രതീക്ഷിച്ച പോലെ കുഞ്ഞികൃഷ്ണനെ പാർട്ടിയിൽ നിന്ന് CPM പുറത്താക്കി. ജീവന് ഭീഷണിയും. പാർട്ടിയിലെ തെറ്റുകളെ ചൂണ്ടിക്കാട്ടിയതിന്റെ പേരിലാണ് TP ചന്ദ്രശേഖരൻ ക്രൂരമായി വധിക്കപ്പെട്ടത്. ഇന്ന് കുഞ്ഞികൃഷ്ണനും നേരിടുന്നത് അതേ പ്രശ്നം തന്നെയാണ്. ജീവന് ഭീഷണി നേരിട്ടുകൊണ്ടാണ് അദ്ദേഹം ഈ വിഷയങ്ങളെല്ലാം പുറത്തു വന്നിരിക്കുന്നത്. പാർട്ടി ജില്ലാ സെക്രട്ടറി മാധ്യമങ്ങളോട് പറഞ്ഞപ്പോൾ ഈ കണക്കൊന്നും വെളിപ്പെടുത്തേണ്ട യാതൊരു ആവശ്യമില്ലെന്ന് പറയും. ഈ കണക്കൊന്നും വെളിപ്പെടുത്തേണ്ട ഒരാവശ്യവുമില്ല, പാർട്ടി കണക്കാണെന്നാണ് പറയുന്നത്. പക്ഷെ കുഞ്ഞികൃഷ്ണൻ പുറത്തു കൊണ്ടുവന്നിരിക്കുന്നത് ഗുരുതരമായ ക്രമക്കേടുകളാണ് പുറത്തു കൊണ്ടുവന്നിരിക്കുന്നത്. അതുകൊണ്ട് CPM ഇരട്ടത്താപ്പാണ്. ഇനി അദ്ദേഹത്തിന് നേരെ ഇന്നോവ വരാതിരിക്കട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. ഇപ്പം അദ്ദേഹത്തെ അനുകൂലിച്ച ആളുകളുടെ ബൈക്കൊക്കെ അവിടെ ഇന്നലെ കത്തി നശിപ്പിച്ചു, വീടുകൾക്ക് നേരെ അക്രമം ഉണ്ടാകുന്നു. ഇതേ അനുഭവം ഒഞ്ചിയത്ത് അനുഭവിച്ച ആളുകളാണ് ഞങ്ങൾ. അതിന്റെ ഒരേ രൂപമാണ് ഇപ്പൊ പയ്യന്നൂരിൽ കാണുന്നത്. പയ്യന്നൂർ പോലുള്ള ഒരു സ്ഥലം എന്ന പാർട്ടി ഗ്രാമമാണ്, ഒഞ്ചിയത്തിന് പോലെ തന്നെ പാർട്ടി ഗ്രാമം, എതിരാളികളില്ലാത്ത പ്രദേശം. അവിടെയാണ് പൊതുപ്രതിഷേധങ്ങൾ ഉണ്ടാകുന്നു, വലിയ തോതിൽ പ്രശ്നങ്ങളുണ്ടാകും. ഇതൊക്കെ അതിന്റെ ഒരു പാർട്ടിയുടെ ആഭ്യന്തര കാര്യമായിട്ട് തള്ളിക്കളയാൻ സാധിക്കില്ല. പൊതുസമൂഹത്തിൽ ഇതിനകത്ത് ചോദ്യങ്ങളുണ്ടാകും. പൊതുസമൂഹത്തിനും കൂടി പിടിച്ചെടുക്കുന്ന ഫണ്ടാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും അതിനെ ആ രീതിയിൽ കാണാൻ കഴിയണം. ആ തരത്തിൽ ഇതിനൊരു ഓഡിറ്റിംഗ് ഉണ്ടാകണം. കൃത്യമായി കണക്ക് പൊതുസമൂഹത്തിന് അറിയേണ്ടതുണ്ട്. തട്ടിപ്പ് നടന്നതായി പാർട്ടി നേതൃത്വം സമ്മതിച്ചിട്ടില്ല. കണക്ക് പുറത്തുവിടാനും തയ്യാറല്ല. എല്ലാം സുതാര്യമെന്നാണ് MV ഗോവിന്ദൻ പറയുന്നത്. പ്രതിപക്ഷം വിഷയം ഏറ്റെടുത്തു കഴിഞ്ഞു. രക്തസാക്ഷികളുടെ പേരിൽ പിരിച്ച പണം തട്ടിക്കുന്നത് CPMൽ പുതിയ കാര്യമല്ലെന്ന് UDF ചൂണ്ടിക്കാട്ടുന്നു. പാർട്ടിയിൽ ആന്തരിക സംഘർഷത്തിന് ഫണ്ട് തട്ടിപ്പ് വിവാദം കാരണമായിട്ടുണ്ട്. കുഞ്ഞികൃഷ്ണനെ അനുകൂലിച്ചും പ്രകടനം നടന്നത് പാർട്ടിക്ക് ക്ഷീണമാണ്. ജില്ലാ സെക്രട്ടറി KK രാഗേഷിന്റെ വിശദീകരണവും പാർട്ടിക്ക് തിരിച്ചടിയായി. പാർട്ടി ശത്രുക്കളുടെ കയ്യിലെ കോടാലി കൈയായി അദ്ദേഹം അധപ്പതിച്ചിരിക്കുകയാണ് എന്ന് ചൂണ്ടിക്കാണിക്കുക. അദ്ദേഹം ഉത്തമനായിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് അല്ല. ഉത്തമനായ കമ്മ്യൂണിസ്റ്റിന് ഇത്തരം നിലപാട് സ്വീകരിക്കാൻ കഴിയില്ല. അദ്ദേഹത്തെ പാർട്ടിയെ വഞ്ചിക്കുകയാണ് ചെയ്തത്. പാർട്ടിയിൽ വിശ്വാസമർപ്പിച്ച ജനങ്ങളെ വഞ്ചിക്കുകയാണ് ചെയ്തത്. ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ട് കുഞ്ഞികൃഷ്ണനെ പാർട്ടി ജില്ലാ കമ്മിറ്റിയിൽ നിന്ന്, പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന്, പാർട്ടിയിൽ നിന്ന്
അദ്ദേഹത്തെ പുറത്താക്കാൻ വേണ്ടി തീരുമാനിച്ച കാര്യം ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്. പയ്യന്നൂരിലെ പാർട്ടിയെ കൂട്ടിയോജിപ്പിച്ച് കൊണ്ടുപോകാൻ വി കുഞ്ഞികൃഷ്ണന് സാധിക്കില്ല എന്ന് ഏതെങ്കിലും ഒരാൾക്ക് ആത്മനിഷ്ഠമായി തോന്നിയാൽ മതിയോ? അങ്ങനെ ഇതൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയല്ലേ, സ്വാഭാവികമായും അത് ഏരിയ കമ്മിറ്റിയിൽ ഉന്നയിക്കണ്ടേ? ആ വിഷയം ഉന്നയിച്ച് ചർച്ച ചെയ്യണ്ടേ? കൂട്ടിയോജിപ്പിച്ച് കൊണ്ടുപോകുന്നതിൽ എന്ത് വീഴ്ചയാണ്, എന്ത് പോരായ്മയാണ് എൻ്റെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുള്ളത് എന്നെ ബോധ്യപ്പെടുത്തണ്ടേ? അപ്പൊ അത്തരത്തിൽ ഒരു ചർച്ചയും ബോധ്യപ്പെടുത്തലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ടായിട്ടില്ല. പൊതുജനങ്ങളിൽ നിന്ന് പിരിച്ച പണത്തിന്റെ കണക്ക് വിശ്വസനീയമായ രീതിയിൽ ബോധ്യപ്പെടുത്തേണ്ട ഉത്തരവാദിത്വം പാർട്ടിക്കുണ്ട്. ഇല്ലെങ്കിൽ രക്തസാക്ഷികളുടെ പേരിൽ പിരിച്ചെടുത്ത പണം പോലും തട്ടിച്ചെന്ന് ജനങ്ങൾ വിശ്വസിക്കും. അതൊക്കെ ഞങ്ങളുടെ സംഘടനാപരമായ കാര്യം ഞങ്ങൾ പരിശോധിച്ചോളാം. വല്ലാതെ ഈ ഞങ്ങളെ സംഘടന നിലപാട് പഠിപ്പിക്കാൻ പുറപ്പെടരുത് നിങ്ങൾ, പ്രത്യേകിച്ച് മാധ്യമങ്ങൾ. ഞങ്ങൾക്ക് വ്യക്തമായ ഒരു കാഴ്ചപ്പാടുണ്ട്. ആ കാഴ്ചപ്പാട് വെച്ചിട്ടാണ് ഞങ്ങളുടെ സംഘടന കൈകാര്യം ചെയ്യുക.